കേരള സർവകലാശാലയിൽ ഇന്ന് ചേരേണ്ടിയിരുന്ന അക്കാദമിക് കൗൺസിൽ യോഗം അവസാന നിമിഷം മാറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. 110 പേരുള്ള കൗൺസിലിൽ ഭൂരിഭാഗം പേരും എത്തിയ ശേഷമാണ് VC യോഗം മാറ്റിയത്. VCയുടെ നടപടിയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക്, അഡ്മിഷൻ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു അക്കാദമിക് കൗൺസിൽ യോഗം നിശ്ചയിച്ചത്. രാവിലെ 10 മണിക്ക് ചേരേണ്ട അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിയെന്ന് 9 മണിയോടെ അറിയിപ്പ് വന്നു. 110 പേരുള്ള അക്കാദമിക് കൗൺസിലിൽ ഭൂരിഭാഗം പേരും സർവകലാശാലയിൽ എത്തിയ ശേഷമായിരുന്നു യോഗം മാറ്റിയത്. വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു VC അവസാന നിമിഷം യോഗം മാറ്റിയത്. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ യോഗം മാറ്റിയതിനെതിരെ പ്രതിഷേധിച്ചു. ഈ അതോറിറ്റിയെ പുല്ലുവില കൊടുത്തുകൊണ്ട് ഇവിടെ ഏകാധിപത്യപരമായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിൻഡിക്കേറ്റ് കൂടാറില്ല. റെഗുലർ സിൻഡിക്കേറ്റ് അവസാനമായി കൂടിയത് മെയ് 27-നാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടാണ് വൈസ് ചാൻസലർ യോഗം മാറ്റിയതെന്ന് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. ഇന്നത്തെ യോഗം അലങ്കോലപ്പെടുത്തുക എന്നുള്ള ആസൂത്രിതമായൊരു ശ്രമം ഇടത് അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾക്കും അവരുടെ സംഘടനാ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അരങ്ങേറിയ ഈ സമരത്തിന്റെ ആസൂത്രിതമായ സമരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേൽ സർവകലാശാലയിൽ നേരിട്ടെത്താതെയാണ് യോഗം മാറ്റിയതായി പ്രഖ്യാപിച്ചത്. 24 തിരുവനന്തപുരം.